ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളുടെ 3rd ഡേ ആണ് കേട്ടോ നമ്മുടെ ട്രിപ്പിൽ. നമ്മൾ മോർണിംഗ് മണാലി എത്തി. അപ്പോൾ അതാ ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിലും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ണിൽ കാണുന്ന അത്ര ഭംഗിയിൽ വീഡിയോ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വരുന്ന വഴി മൊത്തം ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5:30-6 മണി ആ സമയം തോന്നുന്നു. ഞാൻ ഉറക്കത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റുണ്ടായിരുന്നുള്ളൂ. ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ഇനി ഒരു 10 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മണാലി എത്തിയിരിക്കുന്നു ഗായ്സ്. പറയൂ, എങ്ങനെയുണ്ട് മാളു തണുപ്പ്? എന്റെ കൊച്ചിന് വിശക്കുന്നുണ്ട്. കറക്റ്റ് 8:30 ഞങ്ങൾ മണാലി എത്തിയിട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിസോർട്ടിൽ. എന്റെ കൈയൊക്കെ തണുത്ത് മരിച്ചു ഗൈസ്. മണാലി ഇടാൻ വേണ്ടി മാത്രം, ബാക്കി എല്ലാം ഡൽഹിയിൽ നിന്നും കിട്ടും. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളിതാ നമ്മുടെ റിസോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ഒരു മേ ബി ഒരു 2 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. 2 or 3 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ മല്ലു സിംഗിൻ്റെ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഫൈനലി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് RK റിസോർട്ട്സ്, മല്ലു സിംഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ചെക്കിനൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ മണാലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടോ. ഞങ്ങൾ മല്ലു സിംഗ് എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മല്ലു സിംഗിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ പുള്ളിയുടെ പ്രോപ്പർട്ടി RK പ്രോപ്പർട്ടീസിലാണ് റിസോർട്ട്സ്, RK റിസോർട്ട്സ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. കയറുന്നു. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ലോക്ക്ഡാണ് അത്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. നല്ല ബാത്റൂമാണ്. ഇത് നീക്കാൻ നമുക്ക് പുറത്തേക്ക് കാണാം. എവിടെ നീക്കി തീരും സാർ. ഓ നൈസ്. ആക്ച്വലി ഇതൊരു ഹണിമൂൺ കോട്ടേജ് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ഒരു നൈസ് കണ്ണാടി ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടുന്ന് കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ബാൽക്കണി ഉണ്ട്. സീയുടെ ബാൽക്കണി. എൻ്റെ ഇവിടുന്ന് നൈസ് വ്യൂ ആണ് കേട്ടോ. നോക്ക്, മഞ്ഞുമല കാണാം. വലിയ ബാൽക്കണിയാണ്.
നല്ല തണുപ്പുണ്ട്. ഞാൻ തിരിച്ചകത്ത് കയറട്ടെ. തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഹീറ്റർ എടുത്തു. ഹീറ്റർ ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അത് സെപ്പറേറ്റ് അഡീഷണൽ ക്യാഷ് നമ്മൾ പേ ചെയ്യണം. അത് അഫോർഡബിൾ ആണ്. നമുക്ക് നൈറ്റ് മാത്രം അതുപോലെ ഫുൾ ഡേ അങ്ങനെയും എടുക്കാം. ഞങ്ങൾ ഫുൾ ഡേക്കാണ് കേട്ടോ എടുത്തത്. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് ലുക്ക് പ്ലീസ്. അപ്പം ഞങ്ങൾ 1 മണിയാവും ഞങ്ങളുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ സൈറ്റ് സീയിങ്, ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെയാണ്. അപ്പം നമ്മൾ ചുമ്മാ അതുവരെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ചുമ്മാ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ ഈ ഹോട്ടലിനടുത്തുള്ള ലോക്കൽ സൈറ്റ് സീയിങ് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ അതിൽ നടന്ന് ഞങ്ങളവിടെ ആപ്പിൾ തോട്ടം കണ്ടുപിടിച്ചു. ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ മൊത്തം അതിൽ. അപ്പം ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് മരം ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതിലൊക്കെ മരുന്നൊക്കെ തിരിച്ച് അവർ വെക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പം ഞങ്ങൾ അതിനകത്തൂടെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കലും വീഡിയോസൊക്കെ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ തോട്ടത്തിൽ നിന്നൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങിയപ്പം അവിടെ റൈറ്റ് സൈഡിൽ ഒരു നല്ല ലോക്കൽ ചായക്കട കണ്ടു. അപ്പോൾ ഒരു ക്യൂട്ട് ചായക്കട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാൻ മേടിച്ചിട്ട് അങ്ങോട്ട് കയറിയതാണ്. അപ്പം അവിടുന്ന് ചായ അതുപോലെ തന്നെ നമ്മുടെ കുർക്കുറയും ലേസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഫസ്റ്റ് ഹിഡുംബ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഹഡിംബ ടെമ്പിൾ കാണാൻ പോവാണ് ഗൈസ്. നോക്കൂ സാർ. 1 ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ വന്നു കേട്ടോ. അതിന് മുന്നേറ്റ് ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മള് ഹഡിംബ അല്ലടാ, നമ്മളിതാ ഹഡിംബ ടെമ്പിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരിവിടെ മണാലിയിലെ സ്പായിലേക്ക് പോകണമെന്നൊക്കെയാണ് ആഗ്രഹം. ഹഡിംബ ടെമ്പിള് കാണാണ്ട് മുട്ടുവേദനയ്ക്ക് വേണ്ടി സ്പായിൽ പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് യുപിയും പോകുന്നാണ് പറഞ്ഞത്. ഓൺ ദ വേയിൽ നമ്മൾ ഇറങ്ങിയിട്ട് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ മെയിൻ റൂട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ ഇനി ഈ ഒരു വഴിയിൽ കൂടെ നടന്ന് ഒരു 600 മീറ്റർ 700 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ നടക്കാൻ. അപ്പം നടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ. സൈഡിൽ മൊത്തം കടകളാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ യാക്ക് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അവർ നമ്മളെ വിളിക്കും കയറാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലാം. അങ്ങനെയും ചെയ്യാം. നിൽക്കുന്ന വേണ്ടിയിട്ട് ഭയങ്കര പാവം തോന്നി കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റാബിറ്റ്സിനുണ്ട്. അതുപോലെ ഫോട്ടോ നമുക്ക് എടുക്കാനൊക്കെ തരും അവര്. അപ്പൊ അതാ നമ്മൾ ഹഡിംബ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കടകളാട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ലോക്കലായിട്ട് അവർ നിറ്റ് ചെയ്യുന്ന വൂളൻ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഈ വഴിയിൽ കാണാനായിട്ട് ഒരുപാട്. ഈ ഹഡിംബ ടെമ്പിൾ ആക്ച്വലി പ്രാദേശികമായിട്ട് ദിംഗരി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലം ദേവദാരു മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഗുഹാക്ഷേത്രം കൂടെയാണ്. പിന്നെ നമ്മുടെ മഹാഭാരതത്തിലെ സുപ്രധാനമായിട്ടുള്ള കഥാപാത്രമാണല്ലോ ഭീമൻ. ഭീമന്റെ ഭാര്യയായിരുന്നു ഹിഡിംബി ദേവി. അപ്പൊ ഹിഡിംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നല്ല തിരക്കുണ്ട്. ക്യൂവിൽ നിൽക്കണം. ആ അപ്പുറത്ത് കാണുന്നതാണ് ക്യൂ ഒക്കെ. ഇതിനെ കറങ്ങി വേണം ഈ ഫ്രണ്ടിൽ ഇതായി എഴുതി വെച്ചിരിക്കുന്ന കണ്ട അവിടെ വന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറണം. അതൊരു ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോകണം. നമ്മൾ പുറത്തുനിന്ന് കണ്ടത് കേട്ടോ. നമ്മൾ ആദ്യത്തേക്ക് കയറിയില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ഒരു ഗുഹാക്ഷേത്രം പോലെ ഉള്ളിലേക്കാണ് സംഭവം ഉള്ളത്. ശരിക്കും ഈ ഒരു ഡിസംബറൊക്കെ ആകുമ്പം ഇവിടെ മഞ്ഞ് വീണ് തുടങ്ങിക്കഴിഞ്ഞ് അമ്പലമൊക്കെ മഞ്ഞിൽ മൂടുന്ന പറഞ്ഞു കേൾക്കാം കേട്ടോ. പിന്നെ നമുക്ക് വളരെ നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് മഞ്ഞൊന്നുമില്ല, അധികം കുറവാണ്. പിന്നെ ഇതാ ഇവിടെ ഈ ട്രഡീഷണൽ ഡ്രസ്സ്, ഹിമാചൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പിന്നെ എടുത്തില്ല കേട്ടോ അവിടെ നിന്ന്. അതൊക്കെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അതിലെ നടന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി.
ഇനി ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. മണാലിയിലെ ലോക്കൽ ഡിഷ് ആയിട്ടുള്ള സിദ്ധു. എങ്ങനെയുണ്ട് യുപി സിദ്ധു? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഔട്ടർ പോർഷനാണ് കഴിച്ചത്. ഇൻസൈഡിലൊന്നും ഉണ്ടായില്ല. നട്ട്സ് ഒക്കെയാണെന്ന് തോന്നുന്നു ഇൻസൈഡില്. എങ്ങനെയുണ്ട് സാർ സിദ്ധു? കൊഴുക്കട്ട പോലെ ആണല്ലേ? ഓക്കെ. അങ്ങനെ വിശപ്പ് മാറാണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് മോമോ കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതും കൂടെ കഴിക്കട്ടെ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മോൾ റോഡും പോകണം. പിന്നെ അവിടെ വൻവിഹാർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇതാ ഞങ്ങൾ മൊണാസ്ട്രി ഇതും മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. ഒരു 100 മീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ മൊണാസ്ട്രിയുടെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇവിടെ എല്ലാ എൻട്രൻസ്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ അത് എൻട്രൻസിലെത്തി. ഈ മണാലിയിലെ മെയിൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. അതുപോലെ തന്നെ ഈ മണാലിയിലുള്ള ബുദ്ധിസ്റ്റുകളുടെ ഒരു മെയിൻ സെൻറ്റർ തന്നെയാണിത്. അതുപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ ഹബ്ബാണ്. നോട്ട് ജസ്റ്റ് ഫോർ എന്താ പറയുക ബുദ്ധിസ്റ്റ്, ഫോർ എനിബഡി ഹു സീക്സ് സ്പിരിച്വാലിറ്റി ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരുപാട് മ്യൂറൽ ആർട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഭയങ്കര ഭംഗിയാട്ടെ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഭയങ്കര നല്ലൊരു പ്രത്യേക ഒരു വൈബ് ഉണ്ട് അവിടെ കേട്ടോ. ഒരു പോസിറ്റിവിറ്റി, ഒരു ഗുഡ് കൈൻഡ് ഓഫ് എനർജി യു ക്യാൻ ഫീൽ ഇറ്റ്. ബുദ്ധിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പ്രയർ വീൽസ്. അപ്പം അതിനകത്തുള്ളൊരു മന്ത്രമുണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുന്നത്, ഓം മണി പത്മേഹം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിങ്ങനെ ഓരോ തവണയും ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. തിരിക്കുന്ന സമയത്തും അത് നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ചെയ്യുന്ന പോലെയും, അതുപോലെ തന്നെ നമുക്ക് വിസ്ഡം, പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ ഗുഡ് കർമ്മ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്നത് പോലെയാണ് ആ ഒരു കാര്യം ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീനൊക്കെ കളയാനും പോസിറ്റീവ് എനർജീനെ കുറേയായിട്ട് ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് വിശ്വാസം. നമ്മൾ ചെല്ലുന്നത് സന്ധ്യാനേരത്തെ ആയതുകൊണ്ട് തന്നെ അവരുടെ എന്തെങ്കിലും റിച്വൽ ആയിരിക്കും കേട്ടോ. അത് ആ ഡ്രമ്മിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു താഴെയുള്ളൊരു ലാമ. പിന്നെ മുകളിലും ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് കണ്ടു ബാക്കിയുള്ള കാഴ്ചകളൊക്കെ. ഒരുപാട് മ്യൂറൽ ആർട്സും പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ മോൾ റോഡിലേക്കാണ്. അവിടെ പോയി നമ്മൾ ചായ കുടിച്ചു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മറ്റേ വൻവിഹാർ പോകാൻ ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് 7 ആകുമ്പോൾ നമ്മുടെ വണ്ടി വരും, തിരിച്ച് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വന്ന് റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പം ഇനി ഇതാ ഉറങ്ങണം. ഇനി ബാക്കിയുള്ള കാഴ്ചകളാക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.